MLA-മാരും UP നിയമസഭയിൽ വളരെ അധികമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് പിളർന്ന പോലെ ഭീകരമായൊരു പിളർപ്പുണ്ടായാൽ മാത്രമേ സമാജ്വാദിയെ തകർക്കാൻ പറ്റുള്ളൂ. അങ്ങനെ തകരുകയാണെങ്കിൽ തന്നെ അത് വരുന്ന UP നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പോ അല്ലെങ്കിൽ തൊട്ടു ശേഷമോ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ എന്നെനിക്ക് തോന്നുന്നു. മറ്റൊരു റിപ്പോർട്ട് എന്ന് പറയുന്നത് ജാർഖണ്ഡ് മുക്തി മോർച്ച ഉടനെ പിളരും എന്നുള്ളതാണ്. അത് സാധ്യമാണ്. കാരണം ജാർഖണ്ഡ് ആ MP-മാരെയോ MLA-മാരോ നല്ല വില കൊടുത്താൽ വാങ്ങിക്കുക കിട്ടും. പഴയ നമ്മുടെ സാംബശിവൻ്റെ കഥാപ്രസംഗം പോലെയാണ്. വിലക്ക് വാങ്ങാം, വിലക്ക് വാങ്ങാം പ്രണയം, വിലക്ക് വാങ്ങാം കാമുകിയെ, വിലക്ക് വാങ്ങാം എന്ന് പറഞ്ഞാൽ വിലക്ക് വാങ്ങാം എന്ന സിദ്ധാന്തമാണ് JMMൻ്റെ കാര്യത്തിൽ ശരിയായിട്ടില്ല. നല്ല സംഖ്യ കൊടുത്താൽ MLA-മാർ മാറും, MP-മാർ മാറും. വേണ്ടി വന്നാൽ സാക്ഷാൽ ഹേമന്ത് സോറൻ വരെ മാറിക്കളയും. അതാണ് JMMൻ്റെ ഒരു രീതി എന്നുള്ളതുകൊണ്ട് ആ പാർട്ടി പിളരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. മാത്രമല്ല ജാർഖണ്ഡിൽ തെരഞ്ഞെടുപ്പ് വളരെ അടുത്തെത്തി നിൽക്കുകയുമാണ്. JMMനെ മൊത്തമായിട്ട് വിലക്കെടുക്കുകയായിരിക്കും ഒന്നുകൂടി ലാഭം എന്നെനിക്ക് തോന്നുന്നു പിളർത്തുന്നതിനേക്കാൾ. അപ്പോൾ ബൈബിളിൽ പറഞ്ഞ വചനം വളരെ ശരിയായിരിക്കുകയാണ്. പാർട്ടികൾക്ക് വളരാനൊരു കാലം, പിളരാനൊരു കാലം. ഇപ്പോൾ പിളർപ്പിൻ്റെ കാലമാണ്. P. ഭാസ്കരൻ്റെ പഴയ പ്രസിദ്ധമായ കവിതയുണ്ട്, ഉയരും ഞാൻ നാടാകെ. ഇപ്പോഴാണെങ്കിൽ ഭാസ്കരൻ മാഷ് ആ കവിത അല്പം വ്യത്യാസപ്പെടുത്തി എഴുതുന്നത്, പിളരും ഞാൻ നാടാകെ, പിളരും ഞാൻ നാടാകെ, പിളരും ഞാൻ എന്നായിരിക്കും കവിതയുടെ ആദ്യത്തെ വരി എന്ന് ഞാൻ വിചാരിക്കും.